നമസ്കാരം. ഏവർക്കും ദേവപാദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. 9 ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് ഇവിടെ മുഖ്യപ്രതിഷ്ഠകൾ. നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ ആദിശേഷൻ കുടികൊള്ളുന്നു. അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത്. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി, ദുർഗ, ഭദ്രകാളി, പരമശിവൻ, ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുമുണ്ട്. നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ്. വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത്. നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തരായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ. ഈ ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുമുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. തുലാമാസത്തിലെ ആയില്യത്തിലാണ് ഇവിടെ പ്രാധാന്യം. ഒരിക്കൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സമുണ്ടായതിനാൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നിമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം. കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന ആയില്യ പൂജകൾ 12 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളാണ്. സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു. ഈ സമയത്ത് നാഗരാജാവിൻ്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതീയുണ്ടായി. തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു. ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദേവതകൾ സന്തുഷ്ടരായി. സർപ്പങ്ങളോട് കാട്ടിയ ദയാദാക്ഷിണ്യത്തിന് പ്രത്യുപകാരമായി നാഗരാജാവ് സ്വപ്നദർശനം നൽകി. താൻ ആ അമ്മയുടെ മകനായി ഉടൻ ജനിക്കുമെന്നും ആ അമ്മയുടെ അനപത്യ താപദുഃഖം ഉടൻ തന്നെ അകറ്റുമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. തുടർന്ന് ഗർഭവതിയായ ശ്രീദേവി അന്തർജനം ഇരട്ട പ്രസവിച്ചു. 2 കുട്ടികളുടെ അമ്മയായി. ഒരു ശിശു മനുഷ്യരൂപിയും മറ്റേത് പഞ്ചമുഖനായൊരു നാഗവുമായിരുന്നു. ഇരുവരും ഒരുമിച്ച് തന്നെ കളിച്ചു വളർന്നു. എന്നാൽ നാഗപാലൻ്റെ രൂപം ആ കുടുംബത്തിലെ പരിവാരങ്ങൾക്ക് ഭീതി ഉളവാക്കുന്നതായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ നാഗപാലൻ ഇല്ലത്തെ നിലവറയിൽ പ്രവേശിച്ച് ധ്യാനസ്ഥനായി നിലകൊണ്ടു. തൻ്റെ അരുമ മകനിൽ സംഭവിച്ച ഈ മാറ്റം കണ്ട് അമ്മ അത്യധികം വേദനയോടെ തന്നെ മകനൊപ്പം നിലവറയിൽ തന്നെ കഴിഞ്ഞു. എന്നാൽ നാഗരാജാവ് വാസുകി രൂപത്തിൽ ആ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മയോട് താൻ ഈ നിലവറയിൽ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നും ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയ്ക്കു തന്നെ കാണാമെന്നും തനിക്കുള്ള ദക്ഷിണോപചാരങ്ങൾ വർഷത്തിലൊരിക്കൽ മാത്രം അമ്മ തന്നെ നൽകിയാൽ മതിയുമെന്നും ആശ്വാസവചനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അമ്മയെ നിലവറയിൽ നിന്ന് യാത്രയാക്കി വാസുകി സ്വരൂപനായ നാഗരാജാവ് അവിടുത്തെ നിലവറയിൽ നിദ്രയിൽ കുടികൊണ്ട് കഴിയുന്നു എന്നാണ് വിശ്വാസം. മകൻ്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി മകൻ്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ പതിവ് ആ കുടുംബത്തിൽ ഇന്നും തുടരുന്നു. നിലവറയിലെ പൂജയ്ക്കുള്ള അധികാരം ആ കുടുംബത്തിലെ അമ്മയിൽ മാത്രം നിക്ഷിപ്തമാണ്. പിൻകാലത്ത് തെക്കുഭാഗത്ത് നിർമ്മിച്ച നാലമ്പലത്തിനുള്ളിൽ രാജാവിൻ്റെയും നാഗയക്ഷി അമ്മയെയും പ്രതിഷ്ഠിച്ചു പൂജകൾ നടത്തി വരുന്നു. നിരതി കോണിൽ ചിത്രകൂടങ്ങളിലായി നാഗചാമുണ്ടിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ നാലമ്പലത്തിനുള്ളിൽ തന്നെയാണ് അമ്മയുടെ തേവാരപ്പുരയുമുള്ളത്. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്മയെ നേരിട്ട് കണ്ട് പൂജകൾ ചെയ്യാൻ പറ്റൂ. പകൽ പൂജ മാത്രമേ ഈ ക്ഷേത്രത്തിൽ പതിവുള്ളൂ. സന്ധ്യയായാൽ
വിളക്കു കത്തിക്കുന്ന പതിവ് മാത്രമാണ് ഇവിടെയുള്ളത്. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് സംശയലേശമന്യേ ഭക്തിപൂർവം ഉരുളി കമഴ്ത്തി വഴിപാടു ചെയ്താൽ ഫലം നിശ്ചയം തന്നെയാണെന്നാണ് വിശ്വാസം. എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ആയില്യം പൂജയും കന്നി, തുലാം, കുംഭം മാസങ്ങളിൽ ആയില്യം നാളിൽ ആയില്യം എഴുന്നള്ളത്തും ആണ് ഇവിടുത്തെ പ്രധാന ആട്ടവിശേഷങ്ങൾ. ശിവരാത്രി ദിവസം സർപ്പബലിയുമുണ്ട്. വർഷത്തിലെ പ്രധാന ഉത്സവം തുലാമാസത്തിലെ ആയില്യം നാളിലാണുള്ളത്. 100 പാലും, സർപ്പബലി, പാലും പഴവും, നിലവറ പായസം, അപ്പം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കൂടാതെ സർപ്പരൂപ സമർപ്പണം, ഉപ്പും മുളകും, സർപ്പപ്പുറ്റും മുട്ടയും സമർപ്പണം എന്നിവയും ഇവിടുത്തെ വഴിപാടാണ്. ത്വക്ക് രോഗങ്ങളുടെ നിത്യശാന്തിക്കായി ഇവിടുത്തെ അമ്മയുടെ നിർദ്ദേശം സ്വീകരിച്ച് ചികിത്സ ചെയ്യുന്നതും പൂർണ്ണ ഫലപ്രാപ്തി നൽകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്ന് ഉരുളി കമഴ്ത്തലാണ്. സന്താന സൗഭാഗ്യത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഉരുളി കമഴ്ത്തൽ വഴിപാട് കഴിക്കുന്നു. ദമ്പതികൾക്ക് താളമേളങ്ങളോടെ ക്ഷേത്രത്തിനു ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിൻ്റെ നടക്കി വയ്ക്കും. മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റുചൊല്ലി ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും. ഇവർ നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ അനന്തന് മുന്നിൽ കമഴ്ത്തി വയ്ക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി ഉപകാര സ്മരണയായി പായസം വെച്ച് നാഗരാജാവായ വാസുകിക്കും അനന്തനും സമർപ്പിക്കുന്നത്. കാട്ടുതയണഞ്ഞ മണ്ണാറിയ ശാല മണ്ണാറശാലയായി എന്നും ഒരു ഐതിഹ്യമുണ്ട്. മന്ദാരച്ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായി എന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. ഈ പ്രശസ്ത നാഗരാജക്ഷേത്രം മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണാറശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ വഴിക്ക് ഇരുവശവും മരങ്ങളുടെ ചുവട്ടിലായി 30,000-ഓളം നാഗപ്രതിമകളുണ്ട്. ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. നന്ദി.